ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് 1928 സൈമൺ കമ്മീഷൻ കേരളത്തിൽ വന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ അല്ലെ, അവര് വന്നതിനെതിരായിട്ട് കേരളത്തിൽ പ്രതിഷേധം നടത്തിയതിൽ അതിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ 1928 സൈമൺ കമ്മീഷൻ വന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കേളപ്പൻ, ഓപ്ഷൻ ബി കെ പി കേശവ മേനോൻ, ആൻഡ് ഓപ്ഷൻ സി പട്ടം താണുപിള്ള, ആൻഡ് ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ അല്ലെ. അപ്പോ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ബി ആണ് വരുന്നത് അല്ലെ, കെ പി കേശവ മേനോൻ അല്ലെ. കെ പി കേശവ മേനോൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ സൈമൺ കമ്മീഷനെ കുറിച്ച് കുറച്ചധികം ഫാക്ടുകൾ നമുക്ക് നോക്കാം. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. സൈമൺ കമ്മീഷനിൽ 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1928 അത് ഇന്ത്യയിൽ എത്തുന്നത്. ദെൻ അത് ഫോം ചെയ്തത് 1927 1927 പിന്നെ ഇതിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യന്, അതായത് ഈ സൈമൺ കമ്മീഷന്റെ അതിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ച കോൺഗ്രസ് സെഷൻ മദ്രാസ് സെഷൻ ആണ്. സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ച സെഷൻ എന്ന് പറയുന്നത് ഏതാണ്? കോൺഗ്രസിന്റെ മദ്രാസ് സെഷൻ ആയിരുന്നു. അപ്പൊ ഇത്രയും ഫാക്ടറുകളാണ് നമുക്ക് 1928 സൈമൺ കമ്മീഷൻ അല്ലെ. അത് കേരളത്തിൽ അതിന്റെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ പി കേശവ മേനോനാണ്. കെ പി കേശവ മേനോൻ. അപ്പൊ കേരളത്തിൽ അതിന് ആ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ആരായിരുന്നു? കെ പി കേശവ മേനോനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത് അല്ലെ? സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത്? ഇവിടെ നമ്മളോട് ചോദിച്ച കാലഘട്ടം ഇന്ത്യയുടെ മധ്യകാലഘട്ടം അല്ലെ, അഥവാ ഇന്ത്യയുടെ മധ്യകാലഘട്ടമായിട്ടുള്ള സുൽത്താനേറ്റ് കാലഘട്ടം അല്ലെ. സുൽത്താനേറ്റ് കാലഘട്ടം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം അല്ലെ. ഇത്രയും ആളുകളാണ് അതിൽ വരുന്നത്. അപ്പോ ഇതില് ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന സുൽത്താനേറ്റ് കാലഘട്ടത്തില് പ്രധാനപ്പെട്ട ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലെ യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ജുമാ മസ്ജിദ് ഡൽഹി, ഓപ്ഷൻ ബി ബാൽബന്റെ ശവകുടീരം ഡൽഹി, ആൻഡ് ഓപ്ഷൻ സി കുത്തബ് മിനാർ ഡൽഹി, ഓപ്ഷൻ ഡി ചാർമിനാർ ഹൈദരാബാദ്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ബി ആണ്, അതായത് ബാൽബന്റെ ശവകുടീരം ഡൽഹി അല്ലെ. ബാൽബനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ അടിമ വംശത്തിലെ രാജാവായിരുന്നു, ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ബാൽബൻ അല്ലെ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അതില്? കുത്തുബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ സുൽത്താന, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലെ. കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തബ് മിനാറിന്റെ പണി തുടങ്ങി വെച്ചു. ഇൽത്തുമിഷ് അത് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ട പ്രധാനപ്പെട്ട നാണയങ്ങൾ. റസിയ സുൽത്താന ഇന്ത്യയിലെ നമ്മുടെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. ബാൽബൻ ശക്തനായ ഭരണാധികാരിയായിരുന്നു അല്ലെ. ഒന്നാം തറയുദ്ധം, രണ്ടാം തറയുദ്ധം അല്ലെ 1191 ഒന്നാം തറയുദ്ധം, 1192 രണ്ടാം തറയുദ്ധത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ സുൽത്താനേറ്റ് കാലഘട്ടം എന്ത് ചെയ്യുന്നത്, അടിത്തറ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ഈ യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത് ബാൽബന്റെ ശവകുടീരമാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡൽഹിയിലാണത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? ഐക്യ കേരള പ്രസ്ഥാനം അല്ലെ, അതിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി പട്ടം താണുപിള്ള, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ഇതിൽ ആരായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം? ആൻസർ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫാക്ടുകൾ പറഞ്ഞുതരാം. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഡി ആണ് അല്ലെ. ഡി.
ഡി എന്ന് പറയുമ്പോൾ കെ കേളപ്പൻ. അപ്പോൾ കെ കേളപ്പനാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ഉള്ളത്. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം കെ കേളപ്പനാണുള്ളത്. ഇനി ഈ ഐക്യ കേരള പ്രസ്ഥാനം നമ്മുടെ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഐക്യ കേരള പ്രസ്ഥാനം വരുന്നത്. എന്നാണ് കേരളം രൂപീകരിച്ചത്? 1956 നവംബർ 1 അല്ലെ. നവംബർ 1 നമ്മൾ കേരളപ്പിറവി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അന്ന് ഈ പറയുന്ന തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ 3 പ്രദേശങ്ങൾ കൂടി ചേർന്ന് ഒരു കേരളം രൂപീകരിക്കണം എന്നായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്നത്. അത് തുടങ്ങിയത് ഏത് വർഷമായിരുന്നു? 1947 1947 ഐക്യ കേരള പ്രസ്ഥാനം തുടങ്ങിയത്. അത് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലെ മഹാരാജാവായിട്ടുള്ള കേരളവർമ്മയായിരുന്നു. കൊച്ചിയിലെ മഹാരാജാവായിട്ടുള്ള കേരളവർമ്മയാണ് 1947 ഐക്യ കേരള പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെ. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 1949 പാലക്കാട് കോൺഫറൻസ് അല്ലെ. അതായത് കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു കോൺഫറൻസ് ആണ് 1949 പാലക്കാട് കോൺഫറൻസ്. അതിന്റെ വർഷം ചോദിക്കാം, അല്ലെങ്കിൽ അത് ഏത് സ്ഥലം. പാലക്കാട്, വർഷം 1949. അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം കെ കേളപ്പനായിരുന്നു അല്ലെ. കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം അല്ലെ. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഐക്യ കേരള പ്രസ്ഥാനം വരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കേരളം രൂപീകരിക്കുക എന്തായിരുന്നു ഉദ്ദേശം. അതിന്റെ ഫലമായി 1947 ഐക്യ കേരള പ്രസ്ഥാനം രൂപീകരിക്കുകയും നമ്മുടെ കൊച്ചി മഹാരാജാവായിട്ടുള്ള കേരളവർമ്മ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നത്. ക്ലിയർ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ദിഗനികായ എന്ന ബുദ്ധമത ഗ്രന്ഥം ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ബുദ്ധമതം അല്ലെ. ബുദ്ധമതവും ജൈനമതവും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു മതങ്ങളാണ് ഈ പറയുന്ന ബുദ്ധമതവും ജൈനമതവും. അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ മതത്തിനെതിരായിട്ട് വന്നിട്ടുള്ള 2 മതങ്ങളായിരുന്നു ബുദ്ധമതവും ജൈനമതവും അല്ലെ. അപ്പോൾ ബുദ്ധമതം ജൈനമതം അഹിംസക്ക് പ്രാധാന്യം കൊടുത്തു. അതിൽ അങ്ങനെ ജാതി വിവേചനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇപ്പൊ നമ്മള് ഇത്ര ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് തന്നെ ബുദ്ധമതം ജൈനമതം എന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻ ഏകദേശം പഠിച്ചു അല്ലെ. ഇതിന് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലെ. തന്റെ അവസാന ജീവിതം ശ്രാവണ ബൽഗോളയിൽ ജീവിക്കും, ജൈനമതം സ്വീകരിക്കും, BC 232 അന്തരിക്കും ചെയ്ത ആ രാജാവ് ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചു അല്ലെ. അപ്പോ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയറിൽ ഇത്തരത്തിൽ ജൈനമതത്തിന് ബുദ്ധമതത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിനും ഇതിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനും ജൈനമതവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ദിഗനികായ എന്ന ബുദ്ധമത ഗ്രന്ഥം. അപ്പൊ അതിൽ നിന്നൊരു ഫാക്ട് കിട്ടി. ദിഗനികായ എന്ന് പറയുന്നത് ഒരു ബുദ്ധമത ഗ്രന്ഥമാണ്. ദിഗനികായ എന്ന് പറയുന്നത് ഒരു ബുദ്ധമത ഗ്രന്ഥമാണ്. അത് ഏത് ലക്ഷ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സന്യാസ ശാസനങ്ങളുടെ നിയമങ്ങൾ വിശദീകരിക്കുന്നു. ഓപ്ഷൻ ബി ഗൗതമ ബുദ്ധന്റെ ജീവിതം വിവരിക്കുന്നു. ഓപ്ഷൻ സി വിശദമായ ഉപദേശപരമായ വിശദീകരണം. ആൻഡ് ഓപ്ഷൻ ഡി ജാതക കഥകൾ സംരക്ഷിക്കൽ. ഇവിടെ ആൻസർ ഏതാ വരിക? ഞാൻ ആൻസർ പറയാം. ആൻസർ സി ആണ് വരുന്നത്. അതായത് വിശദമായ ഉപദേശപരമായ വിശദീകരണമാണ് ദിഗനികായ എന്ന ബുദ്ധമത ഗ്രന്ഥം ലക്ഷ്യം വെക്കുന്നത് അല്ലെ. ബുദ്ധമതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. ശ്രീ ബുദ്ധനാണ് ബുദ്ധമതം എന്ത് ചെയ്തത്, സ്ഥാപിക്കപ്പെട്ടത്. ദെൻ പിന്നെ അതിൽ പറയുന്നത് ഈ ത്രിപിടകങ്ങൾ അല്ലെ. ത്രിപിടകങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ത്രിപിടകങ്ങൾ എന്താണ് ത്രിപിടകങ്ങൾ? 1 വിനയപിടക, സുത്തപിടക, 3 എന്തായിരുന്നു? അഭിധമ പിടക അല്ലെ. വിനയപിടക, സുത്തപിടക, അഭിധമ പിടക അല്ലെ. അതില് ഈ പറയുന്ന ദിഗനികായ ഉൾപ്പെടുന്നത് സുത്തപിടകയിലാണ്.
ദിഗനികായ ഉൾപ്പെടുന്നത് സുത്തപിടകയിലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിഗനികായ എന്ന് പറയുന്നത് 34 നീണ്ട പ്രഭാഷണങ്ങളുടെ ശേഖരണമാണ്. 34 നീണ്ട പ്രഭാഷണങ്ങളുടെ ശേഖരണമാണ് എന്ത് ദിഗനികായ എന്ന് പറയുന്നത്. 34 നീണ്ട പ്രഭാഷണങ്ങളുടെ ശേഖരണമാണ് ദിഗനികായ എന്നറിയപ്പെടുന്നത്. അത് ഏത് പിടകത്തിലാണ് ഉൾപ്പെടുന്നത്? സുത്തപിടകയിലാണ് എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഈ ദിഗനികായിലുള്ള പ്രധാന സുത്തകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മഹാപരിനിബ്ബാസ സുത്ത, അതായത് ബുദ്ധന്റെ അവസാന നാളുകളും അന്തരവത്തിനെ കുറിച്ചാണ് പറയുന്നത്. മഹാപരിനിബ്ബാസ സുത്ത ജസ്റ്റ് ഒന്ന് എഴുതി തരാം. മഹാപരിനിബ്ബാസ സുത്ത. ഇതിൽ പറയുന്നത് ബുദ്ധന്റെ അവസാന നാളുകളെ കുറിച്ചാണ് പറയുന്നത്. ബുദ്ധന്റെ അവസാന നാളുകളെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. രണ്ടാമത്തെ സുത്ത എന്ന് പറഞ്ഞത് സിഗലോവാദത്തിൽ പറയുന്നത് സാധാരണക്കാർ അവരുടെ ബന്ധങ്ങളിൽ എങ്ങനെ പെരുമാറണം. അതാണ് രണ്ടാമത്തതിൽ പറയുന്നത്, സാധാരണക്കാര് അവരുടെ ബന്ധങ്ങളിൽ എങ്ങനെ പെരുമാറണം. മൂന്നാമത്തത് സമഞ്ജഫല അല്ലെ. ബുദ്ധന്റെ പഠിപ്പിക്കൽ മറ്റ് സന്യാസിമാരുടെ പഠിപ്പിക്കലുമായിട്ട് താരതമ്യം ചെയ്യാം. ബുദ്ധന്റെ പഠിപ്പിക്കൽ മറ്റ് സന്യാസിമാരുടെ പഠിപ്പിക്കലുമായിട്ട് താരതമ്യം ചെയ്യാം. ദെൻ ബ്രഹ്മജാല സുത്ത. ബുദ്ധമത സിദ്ധാന്തങ്ങൾ മറ്റുള്ളവയുമായിട്ട് താരതമ്യം ചെയ്യാം. അപ്പൊ ഇവിടെ പറഞ്ഞത് ദിഗനികായ എന്ന് പറയുന്നത് 34 നീണ്ട പ്രഭാഷണങ്ങളുടെ ശേഖരമാണ്. അത് സുത്തപിടകയിലാണ് ഉൾപ്പെടുന്നത്. ദിഗനികായിൽ ഉൾപ്പെട്ട സുത്തങ്ങൾ ഏതൊക്കെയാണ്? മഹാപരിനിബ്ബാസ സുത്ത എന്ന് പറയുന്നത് ബുദ്ധന്റെ അന്ത്യനാളിനെ കുറിച്ചും അന്തരത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. സിഗലോവാദ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധന്റെ സാധാരണക്കാരെ അവരുടെ ബന്ധങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. സമഞ്ജഫല എന്താണ്? ബുദ്ധന്റെ പഠിപ്പിക്കൽ മറ്റ് സന്യാസികളുടെ പഠിപ്പിക്കലുമായിട്ട് താരതമ്യം ചെയ്യാൻ. ബ്രഹ്മജാല എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധമത സിദ്ധാന്തങ്ങൾ മറ്റുള്ളവയുമായിട്ട് എന്ത് ചെയ്യാണ് താരതമ്യം ചെയ്യാം. ഇതാണ് അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ദിഗനികായ എന്ന് പറയുന്നത് ഒരു ബുദ്ധമത ഗ്രന്ഥമാണ്. അത് ഏതിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വിശദമായ ഉപദേശപരമായ വിശദീകരണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൈനമതത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാവീരൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ബുദ്ധമതത്തിൽ നിന്നും ജൈനമതത്തിൽ നിന്നും ഇപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനോളമായി അല്ലെ. ഒരു കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിൽ നിന്ന് 3ഓളം ക്വസ്റ്റ്യൻ ആ ഭാഗത്തുനിന്നായി അല്ലെ. അപ്പൊ ഇവിടെ മഹാവീരൻ ആരായിരുന്നു? മഹാവീരൻ ജൈനമത സ്ഥാപകനായിരുന്നു വർദ്ധമാന മഹാവീരൻ. അതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. 24 തീർത്ഥങ്കന്മാരുണ്ടായിരുന്നു ഒക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പോ താഴെ തന്നിരിക്കുന്ന പോയിന്റ്സുകളെ അദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഏത് മേഖലയിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കൽ, ബി ജൈന ക്ഷേത്രങ്ങളുടെ നിർമ്മാണം, സി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ജൈന മതത്തിന്റെ വ്യാപനം, ആൻഡ് ഓപ്ഷൻ ഡി ജൈന തത്വങ്ങൾ ഭേദഗതി ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് തൂണുകൾ സ്ഥാപിക്കലാണോ, ക്ഷേത്രങ്ങളുടെ നിർമ്മാണമാണോ, വ്യാപനമാണോ, ഭേദഗതിയാണോ? ഇതിൽ ഏതാണ് അദ്ദേഹമായിട്ട് ബന്ധമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഏതാണ്? എ ആണ് കേട്ടോ വരുന്നത്. ആൻസർ വരുന്നത് എ ആണ്. അതായത് ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കല് അല്ലെ. അതായത് മതം തുടങ്ങി വെച്ചതും അതിന്റെ അടിസ്ഥാനവും ആരായിരുന്നു? വർദ്ധമാന മഹാവീരനായിരുന്നു. ജൈന മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി അല്ലെ. ഇതായിരുന്നു അത് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി, ശരിയായ അറിവ്, ഇതിനായിരുന്നു അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. വർദ്ധമാന മഹാവീരനായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം അതിന്റെ തൂണുകൾ സ്ഥാപിക്കൽ, അതായത് അതിന്റെ ബേസ് സ്ഥാപിക്കൽ
കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം. പിന്നീട് അതിന്റെ ക്ഷേത്രങ്ങൾ ഒരുപാട് രാജാക്കന്മാർ നിർമ്മിച്ചിരുന്നു. വ്യാപനം, പല രാജാക്കന്മാര്, തത്വങ്ങൾ പലതരത്തിൽ, ജൈനമതം 2ആയിട്ട് വിഭജിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതിന്റെ തത്വങ്ങളുടെ ഭേദഗതി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഒരു വേൾഡ് ഹിസ്റ്ററി എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1815 വാട്ടർലൂ യുദ്ധത്തിൽ അല്ലെ, വാട്ടർലൂ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഫാക്ട് എന്താണ്? 1815 വാട്ടർലൂ യുദ്ധം നടന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു മന്ത് കൂടി നിങ്ങൾ നോക്കി വെക്കുക. 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധം നടന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്തായിരുന്നു? ഓപ്ഷൻ എ, ഇത് റഷ്യൻ വിപ്ലവത്തിന്റെ അവസാനം അടയാളപ്പെടുത്തി. ഓപ്ഷൻ ബി, ഇത് അമേരിക്കയുടെ കണ്ടെത്തലിലേക്ക് നയിച്ചു. ഓപ്ഷൻ സി, ഇത് ഇറ്റലിയുടെ ഏകീകരണം സ്ഥാപിക്കുന്നതിൽ കലാശിച്ചു. ഓപ്ഷൻ ഡി, ഇത് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തി. ഇവിടെ ആൻസർ ഏതായിരിക്കും? സിമ്പിൾ ആണ് അല്ലെ. ആൻസർ ഡി ആണ് അല്ലെ. ആൻസർ ഡി ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തിയ യുദ്ധമായിരുന്നു 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധം. ബ്രിട്ടീഷുകാരും പ്രഷ്യക്കാരും ചേർന്നാണ് ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അത് ഈ ഒരു ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധം നടന്നത്. 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധം. പ്രാധാന്യം എന്തായിരുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പരാജയം. ആരൊക്കെ കൂടി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്? ബ്രിട്ടീഷുകാരും പ്രഷ്യക്കാരും കൂടിയിട്ടാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷനുകളുള്ളതുമായ ആദ്യകാല എഴുത്ത് സമ്പ്രദായം എന്താണെന്ന് പറയുക അല്ലെ. അപ്പോ ഇവിടെ ഒരു ഭാഷയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ലിപിയാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? വെഡ്ജ് ആകൃതിയിലാണ് അല്ലെ. അതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. വെഡ്ജ് ആകൃതിയിലുള്ളത് അല്ലെ. ഇത് നമ്മൾ പഠിച്ച നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹൈറോഗ്ലിഫിക്സ്, ഓപ്ഷൻ ബി ക്യൂണിഫോം, ഓപ്ഷൻ സി സിന്ധു സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ഡി ക്രറ്റൻ ലിപി അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ബി ആണ് അല്ലെ. ക്യൂണിഫോം ലിപിയാണ്. ക്യൂണിഫോം ഏത് നാഗരികതയുടെ ആയിരുന്നു? മെസപ്പൊട്ടേമിയൻ അല്ലെ. മെസപ്പൊട്ടേമിയൻ നാഗരികതയുടെ ലിപിയായിരുന്നു ക്യൂണിഫോം. ഹൈറോഗ്ലിഫിക്സ് ഏത് നാഗരികതയുടെ ആയിരുന്നു? ഈജിപ്ഷ്യൻ അല്ലെ. ഈജിപ്ഷ്യൻ നാഗരികതയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ക്യൂണിഫോം ലിപി നമ്മൾ പറഞ്ഞു വെഡ്ജ് ആകൃതി അഥവാ ആപ്പിന്റെ ആകൃതി അല്ലെ. ആപ്പിന്റെ ആകൃതി അവരെന്ത് ചെയ്യും? കളിമൺ ശിലകങ്ങളിൽ എന്ത് ചെയ്യും? കൂർത്തയുള്ള എഴുത്താണ് ഉപയോഗിച്ചിട്ട് എഴുതി അത് ചുട്ടെടുത്തിട്ടൊക്കെയായിരുന്നു മെസപ്പൊട്ടേമിയക്കാർ അവരുടെ ലിപിയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്യൂണിഫോം ലിപി മെസപ്പൊട്ടേമിയ, ഹൈറോഗ്ലിഫിക്സ് എന്തായിരുന്നു? ഈജിപ്ത് ആയിരുന്നു. ചൈനീസ് നാഗരികത ഒരു ചിത്രലിപിയായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷന്റെ ലിപി നമുക്ക് ഇതുവരെ വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെ. അവർക്ക് എഴുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇതുവരെ വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സാരേ ജഹാൻ സെ അച്ഛ എന്ന പ്രശസ്ത കവിത എഴുതിയ കവിയുടെ പേര് അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സാരേ ജഹാൻ സെ അച്ഛ അല്ലെ. എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ കേൾക്കുന്ന ഒരു കവിതയാണ് സാരേ ജഹാൻ സെ അച്ഛ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇന്ത്യയോടുള്ള സ്നേഹം തുളുമ്പുന്ന വരികളാണ് സാരേ ജഹാൻ സെ അച്ഛ. അപ്പൊ അത് എഴുതിയ കവിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ എ രാംധാരി സിംഗ് ദിനകർ, ഓപ്ഷൻ ബി മിർസ ഗാലിബ്, ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ ആൻഡ് ഓപ്ഷൻ ഡി ഗുൽസാർ കൈറ അല്ലെ. വളരെ സിമ്പിൾ ആണ്. ഏതാണ് അതിന്റെ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് സി ആണ് അല്ലെ. സി, മുഹമ്മദ് ഇക്ബാൽ അല്ലെ. സിമ്പിൾ ആണല്ലോ അല്ലെ. സാരേ ജഹാൻ സെ അച്ഛ മുഹമ്മദ് ഇക്ബാൽ. ഈ സാരേ ജഹാൻ സെ അച്ഛ ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? ഉറുദു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ദെൻ ഇതിനെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നുണ്ട്. തരാനാഹി ഹിന്ദ്, ഹിന്ദി, അതായത് ഹിന്ദുസ്ഥാനിലെ ജനങ്ങളുടെ സംഗീതം. അടുത്തറിയുന്നതാണ് ഹിന്ദുസ്ഥാനിലെ ജനങ്ങളുടെ സംഗീതം.
ഹിന്ദുസ്ഥാനിലെ ജനങ്ങളുടെ സംഗീതം, അങ്ങനെയും അത് അറിയപ്പെടുന്നുണ്ട്. ദെൻ അദ്ദേഹം എന്താണ് ഇത്തേഹാദ് എന്ന് പറയുന്ന ഒരു ആഴ്ചപ്പതിപ്പില് എന്താണ് 1904 ഓഗസ്റ്റ് 14 ഇത് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ ഒരു പാട്ടുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. സാറേ ജഹാം സച്ച എന്ന് പറയുന്ന കവിത എഴുതിയ വ്യക്തി മുഹമ്മദ് ഇക്ബാൽ ആണ്. ഉറുദു ഭാഷയിലാണ് എഴുതിയത്. തരാനായി ഹിന്ദ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ജനങ്ങളുടെ സംഗീതം എന്നും അത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് അദ്ദേഹം ഇത്തേഹാദ് എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പില് 1904 ഓഗസ്റ്റ് 16 അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, മുഹമ്മദ് ഇക്ബാൽ ഏത് ആഴ്ചപ്പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത്? ഇത്തേഹാദ്. എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1904 ഓഗസ്റ്റ് 16. ഏത് ഭാഷയിലാണ് എഴുതിയത്? ഉറുദു ഭാഷയില്. എന്തൊക്കെ പേരിൽ, എന്തൊക്കെ വിശേഷണത്തിൽ അറിയപ്പെടുന്നുണ്ട്? തരാനായി ഹിന്ദ്, ഹിന്ദുസ്ഥാനിലെ ജനങ്ങളുടെ സംഗീതം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ആനി ബസന്റ്, ഓപ്ഷൻ സി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കസ്തൂർബ ഗാന്ധി. അല്ലെ, സരോജിനി നായിഡു ആണോ, ആനി ബസന്റ് ആണോ, വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണോ, കസ്തൂർബ ഗാന്ധി ആണോ? ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ബി ആണ്. ബി ആരാണ്? ആനി ബസന്റ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഓക്കെ, ആനി ബസന്റ് ആണ്. 1847 മുതൽ 1933 വരെയായിരുന്നു അവരെന്ത് പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ചോദിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്ട് പറഞ്ഞുതരാം. ആദ്യ ഇന്ത്യൻ വനിത അധ്യക്ഷ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാ ചോദിച്ചു കഴിഞ്ഞാല് അത് സരോജിനി നായിഡു ആണ്. ആനി ബസന്റ് ഒരു വിദേശ വനിതയായിരുന്നല്ലോ. അപ്പോ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ആനി ബസന്റ് ആണ്. ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആയിരുന്നു. 1925 അവര് ഇത്തരത്തിലുള്ള ഒരു പദവി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ്? ഓക്കെ, അപ്പോ ഇതാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര് ആനി ബസന്റ് ആണ്. ആദ്യ ഇന്ത്യ വനിതാ പ്രസിഡന്റിന്റെ പേര് എന്താണ്? സരോജിനി നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സംഘയുഗത്തിലെ ഉമണർ എന്ന പദം ആരെയാണ്? ഉമണർ എന്ന പദം അല്ലെങ്കിൽ ഉമനാർ എന്ന പദം ആരെയാണ് പരാമർശിക്കുന്നത്? അല്ലെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം ആണിത്. ഉമണർ എന്ന പദം. ഓപ്ഷൻ എ ഉപ്പു ചില്ലറ വ്യാപാരികൾ, ഓപ്ഷൻ ബി വ്യാപാരികൾ, ദെൻ സി ലേബർ ക്ലാസുകൾ ആൻഡ് ഓപ്ഷൻ ഡി മിലിറ്ററി കമാൻഡർമാർ. ഓക്കെ, മിലിറ്ററി കമാൻഡർമാർ. ഇതിൽ ആരാണ് ഉമണർ എന്ന് പറയുന്ന പദം പരാമർശിക്കുന്നത്? ഉമണർ. അല്ലെ, ഉമണർ ഏതായിരിക്കും? എ ആണ് ആൻസർ. ഉപ്പ് ചില്ലറ ഉമണർ ഉപ്പ് അല്ലെ. അപ്പൊ ഈ ഉമണർ ഇത് ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഘ കാലഘട്ടത്തെ 5 തിണകളായിട്ട് വിഭജിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു ആ തിണകൾ? 1 കുറിഞ്ചി, 2 മുല്ലൈ, 3 പാലൈ, 4 മരുതം, 5 ഏതാണ്? നെയ്തൽ. അല്ലെ, കുറിഞ്ചി മുല്ലൈ അല്ലെ, കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ. കുറിഞ്ചി അല്ലെ, കുറിഞ്ചി ഏതായിരുന്നു? കുറിഞ്ചി എങ്ങനത്തെ പ്രദേശമായിരുന്നു? മലകളും കാടുകളും കുന്നുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശങ്ങളായിരുന്നു അല്ലെ. ദെൻ രണ്ടാമത്തെ മുല്ലൈ എന്തിലെ പ്രദേശമായിരുന്നു? കന്നുകാലി വളർത്തൽ അല്ലെ, കന്നുകാലി വളർത്തലായിരുന്നു അവിടുത്തെ. അതായത് പുൽമേടുകളായിരുന്നു, പുൽമേടുകൾ. പുൽമേടുകൾ അല്ലെ. വെടിച്ച് എന്ന് പറയുന്നത്, അതായത് കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെടിച്ച് എന്ന് പറയുന്ന സമ്പ്രദായം എവിടെയാണ് നിലനിന്നിരുന്നത്? മുല്ലൈ എന്ന് പറയുന്ന പ്രദേശത്താണ് നിലനിന്നത്.
പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമായിരുന്നു. അവിടെ എന്തായിരുന്നു? വരണ്ട പ്രദേശമാണ് അല്ലെ. അപ്പൊ കന്നുകാലി കവർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. മരുതം വയൽ പ്രദേശമായിരുന്നു, കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. നെയ്തൽ എന്ന് പറയുന്നതായിരുന്നു തീരപ്രദേശം. അവിടെയാണ് ഈ പറഞ്ഞ ഉപ്പ് നിർമ്മാണം, മീൻപിടുത്തൊക്കെ അവിടുത്തെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് അല്ലെ. ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കുറിഞ്ചി എന്ന് പറയുന്നത് മല അല്ലെ. കുറിഞ്ചി എന്ന് പറയുന്നത് മല, കാട്, കുന്ന് അല്ലെ. കുറിഞ്ചി കാട്, കുന്ന് എന്നൊരു അർത്ഥം. പിന്നെ മുല്ലേ എന്നാൽ പുൽമേടുകൾ, മേടുകൾ മാമ. ഓക്കെ, അപ്പൊ പുൽമേടുകളാകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? നമ്മളിങ്ങനെ പശുവിനൊക്കെ നമ്മൾ കൊണ്ടുചെന്ന് ഇങ്ങനെ തീറ്റ കൊടുക്കുമല്ലോ. അപ്പോൾ കന്നുകാലി വളർത്തലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അവിടെ കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കന്നുകാലികളെ മോഷ്ടിക്കും. അപ്പൊ ആ ഒരു സമ്പ്രദായത്തെയാണ് വെടിച്ചി എന്ന് പറയും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ നമ്മൾ ഏതാ പറഞ്ഞത്? പാലയാണ്. പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. അവിടെ കന്നുകാലി കവർച്ചയാണ് ഉണ്ടാവുക. പിന്നെ മരുതം അല്ലെ. അത് ഇതാണ് നമ്മുടെ വയൽ പ്രദേശം, കൃഷിയൊക്കെ അല്ലെ. പിന്നെ പറയുന്നത് നെയ്തൽ, തീരപ്രദേശം, ഉപ്പ് നിർമ്മാണവും മീൻപിടുത്തമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗംബട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോത്തൽ എന്തിനാണ് അറിയപ്പെടുന്നത് അല്ലെ. ഗംബട്ട് ഉൾക്കടലിനോട് ചേർന്നാണ് ലോത്തൽ എന്ന് പറയുന്ന ഹാരപ്പൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അത് എന്തിനായിരുന്നു കൂടുതലായിട്ട് അറിയപ്പെട്ടിരുന്നത്? ലോത്തൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോത്തലിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. ഇവിടെ നമുക്ക് ഓപ്ഷൻ എ പറയുന്നത് ഏറ്റവും സംരക്ഷിത നഗരവാസ സ്ഥലങ്ങൾ. ഓപ്ഷൻ ബി സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. ഓപ്ഷൻ സി മൺപാത്ര നിർമ്മാണത്തിന് പേരുകേട്ടതാണ്. ഓപ്ഷൻ ഡി വലിയ കളപ്പുര സംവിധാനം. ഏതാ? സിമ്പിൾ ആണ്. ലോത്തൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ഗുജറാത്തിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കടൽ മാർഗമുള്ള, ഹാരപ്പൻ സംസ്കാരത്തിൽ കടൽ മാർഗമുള്ള വാണിജ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലോത്തലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ആൻസർ വരുന്നത്? സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് ഗംബട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോത്തൽ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ മുത്ത് നിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദ്യം വരുന്നതായിരിക്കും. മുത്ത് നിർമ്മാണത്തിന് പ്രധാനപ്പെട്ടത് കൂടിയാണ് എന്ത്? ലോത്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെൽകൃഷി ചെയ്ത തെളിവുകൾ ലോത്തലിൽ നിന്നും അതുപോലെ തന്നെ ഹാരപ്പന്റെ മറ്റൊരു കേന്ദ്രമായ രംഗപൂരിൽ നിന്നും അതിന്റെ തെളിവുകൾ എന്തിട്ടുണ്ട്? നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെൽകൃഷി ചെയ്ത തെളിവുകള്, മുത്തു നിർമ്മാണം, കടൽ മാർഗമുള്ള വാണിജ്യ കേന്ദ്രം, സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ് ഇത് ലോത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സന്ദർശിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നില്ല. സി ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നാണ് CR.S. ശർമ്മ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയാണ് ചരിത്രം. ഇതിൽ ഏതാണ് ശരി എന്നാണ്? ഓപ്ഷൻ എ ആൻഡ് ഡി, ഓപ്ഷൻ ബി സി ആൻഡ് എ, ഓപ്ഷൻ സി ബി ആൻഡ് സി, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് എ ആണ്. അതായത് എയും ഡിയും ആണ് ഇതിൽ ശരി എന്നാണ് പറയുന്നത്. നോക്കാം, ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു അല്ലെ, ഒരു ഐഡന്റിറ്റി അല്ലെ, ഒരു സ്വത്വബോധം നൽകുന്നു. ശരിയായിരിക്കാം അല്ലെ, സ്വത്വബോധം ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. ബി എന്താണ്? ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നില്ല അല്ലെ. പക്ഷെ ചരിത്രത്തിൽ എല്ലാം ഉണ്ട് അല്ലെ. എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, സിവിക്സ് ഉണ്ട്, എല്ലാ ഭാഗങ്ങളെയും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നാണ് CR ശർമ്മ അറിയുന്നത്. ആണോ? അല്ല അല്ലെ. ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയാണ് ചരിത്രം. അതും ശരിയാണ്. അപ്പോൾ എയും ഡിയും ആണ് ഇതില് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ പോരാടിയ സൈനികർക്ക് നൽകിയ പേര്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ പോരാടിയ സൈനികർക്ക് നൽകിയ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ ലിറ്റിൽ ബോയ്, ഓപ്ഷൻ ബി ഫാറ്റ്മാൻ, ഓപ്ഷൻ സി ഡോഫ് ബോയ്സ് ആൻഡ് ഓപ്ഷൻ ഡി ട്രോമിസ്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താൻ അല്ലേ എലിമിനേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ലിറ്റിൽ ബോയും ഫാറ്റ്മാനും നമുക്ക് എന്താ പറയുക, അത് ഹിരോഷിമ നാഗസാക്കി എന്നൊക്കെ പറയുന്ന അവിടെ അണുബോംബ് വർഷിച്ചതിന്റെ പേരാണെന്ന് അറിയാം. അപ്പൊ ഇതിൽ സൈനികർക്ക് നൽകിയ പേരല്ല എന്ന് നമുക്കറിയാം. ട്രോമിസ്, ഡോഫ് ബോയ്സ് ഇതിലേതോ ഒന്നാണ്.
പ്രോമിസ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു റിസ്ക് ഒക്കെ എടുക്കാം അല്ലെ. ഇതിന് ആൻസർ വരുന്നത് എന്താണ്? സി ആണ് അല്ലെ, ഡോഫ് ബോയ്സ് ആണ് വരുന്നത്. അപ്പൊ അതായത് പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാം. ബോയ്സ് എന്നാണല്ലോ, അപ്പൊ ആരുടെയോ ഒരു കൂട്ടത്തെയാണത് പറയുന്നത് അല്ലെ. അപ്പോൾ ഡോഫ് ബോയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല, നമ്മൾ പഠിച്ചിട്ട് മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നാം ലോകമായതും എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 1914 മുതൽ 18 വരെ അല്ലേ. നമ്മുടെ ജെയിംസ് പ്രിൻസപ്പ്, ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർണാണ്ടസ് അല്ലെ, അതായത് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർണാണ്ടസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ വന്നതാണ്. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഉടമ്പടി, വേഴ്സായ ഉടമ്പടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു കാറ്റഗറി നമ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത്യാവശ്യം ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത്യാവശ്യം ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്നും ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ലോക മഹായുദ്ധങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജൈനമതം, ബുദ്ധമതം, ഐക്യ കേരള പ്രസ്ഥാനം അല്ലെ, പിന്നെ ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നും ഇനിയും എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ഒരു കാറ്റഗറി നമ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.